ഹായ്, ശരത്താണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള തിരക്കുണ്ടായിരുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പഴയ പോലെ തന്നെ റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടാകുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വണ്ടർല ഹോളിഡേയ്സിന്റെ ബിസിനസ് അനാലിസിസും അതേപോലെ Q3 നമ്പേഴ്സുമാണ്. അതുകൂടാതെ നമുക്ക് വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ അടുത്ത FY27 നമുക്ക് എന്തൊക്കെ റവന്യൂ എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ഒന്ന് സംസാരിച്ച് പോകാം ഈ ഒരു വീഡിയോയിൽ. വണ്ടർല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പഴയ വീഗാലാൻഡ്. അവർക്ക് മെയിൻ ആയിട്ട് അമ്യൂസ്മെന്റ് പാർക്കുകളാണുള്ളത്. ഇപ്പോൾ ടോട്ടൽ 5 അമ്യൂസ്മെന്റ് പാർക്കുകളുണ്ട്. നേരത്തെ 4 ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് അവർ ചെന്നൈയിൽ പുതിയതായിട്ടൊരു പാർക്ക് കൂടി ഓപ്പൺ ചെയ്തു. അങ്ങനെ അവർക്ക് ടോട്ടൽ ഇപ്പോൾ 5 പാർക്കുകളാണല്ലോ അമ്യൂസ്മെന്റ് പാർക്കുകൾ. അതുകൂടാതെ അവർക്ക് റവന്യൂ വരുന്ന വേറൊരു സ്ട്രീം എന്ന് പറഞ്ഞാൽ അവരുടെ റിസോർട്ട് ആൻഡ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബിസിനസ് ഉണ്ട്. റിസോർട്ട് അവർ ഓൾറെഡി ഉള്ളതാണ്. ഐലൻഡ് എന്ന് പറയുന്ന ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. റിസോർട്ടിൽ ഏകദേശം 80-85 കീസോളം അവർക്ക് ഓൾറെഡി ഉണ്ട്. അതുപോലെ ഐലൻഡ് എന്ന് പറയുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇവർ അമ്യൂസ്മെന്റ് പാർക്കിൽ അത് അവർക്ക് ഓൾറെഡി ഉള്ളത് ഇപ്പം ബാംഗ്ലൂരാണുള്ളത്. ഈ റിസോർട്ട് ഉള്ളത് ബാംഗ്ലൂരാണ്. അതേപോലെ തന്നെ ഐലൻഡ് എന്ന് പറയുന്ന ബിസിനസ് ഉള്ളതും ബാംഗ്ലൂരാണ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഈ അമ്യൂസ്മെന്റ് പാർക്കിനകത്ത് തന്നെയുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ ഈ പറഞ്ഞ താമസിക്കാനുള്ള വില്ലാസും അതേപോലെ തന്നെ പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ ഫോട്ടോസ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി അത് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐലിൽ നിന്നും അതേപോലെ തന്നെ റിസോർട്ടിൽ നിന്നും ഉള്ള റവന്യൂ ഉണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് വരുന്ന റവന്യൂസ് ആണ് ഇവർക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ കിട്ടും ബിസിനസിനെ പറ്റിയിട്ട്. ഇനി അവരുടെ റവന്യൂ വരുന്ന സ്ട്രീം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്കും അതേപോലെ തന്നെ റിസോർട്ട് ആൻഡ് ഐലൻഡ് എന്ന് പറയുന്ന ബിസിനസ്സും. അതിനകത്ത് ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ റവന്യൂ വരണമെങ്കിൽ ഒന്ന് വോളിയം ഗ്രോത്ത് വരണം, അതായത് അവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. അതല്ല എന്നുണ്ടെങ്കിൽ വാല്യൂ ഗ്രോത്ത് വരണം. വാല്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ എൻട്രിക്ക് മേടിക്കുന്ന ടിക്കറ്റിനുള്ള ഫീസും അതേപോലെ തന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില റൈഡുകളിൽ കയറാണ്ട് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ അവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ വാങ്ങുന്നുണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട്. അതിന് കമ്പനി പറയുന്നത് SPH എന്നാണ്, അതായത് സ്പെൻഡ് പെർ ഹെഡ് എന്ന് പറയും. അതാണ് SPH എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ ടിക്കറ്റ് റവന്യൂ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഉള്ള റവന്യൂ ഉണ്ട്. ARPU എന്ന് പറയും, ആവറേജ് റവന്യൂ പെർ യൂസർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ടിക്കറ്റ് റവന്യൂ പ്ലസ് അതുകൂടാതെ SPH, അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. സോ ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഫിഗേഴ്സ് എന്ന് പറയുന്നത്. വോളിയത്തിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, അതേപോലെ തന്നെ ARPU ഗ്രോത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അമ്യൂസ്മെന്റ് ബിസിനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നീട് നമ്മൾ നോക്കേണ്ടത് റിസോർട്ട് ആൻഡ് ഐലൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. നമ്മൾ ഈ ഒരു Q4 നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ Q4 ഏകദേശം 11-12% ആണ് അവർക്ക് റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതുപോലെ EBITDA ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡി ഗ്രോത്ത് വന്നായിട്ട് കാണാൻ പറ്റും. പാറ്റിലും ഏകദേശം 29% ഡി ഗ്രോത്ത് വന്നായിട്ട് കാണാൻ പറ്റും. എബിറ്റയിൽ ഡി ഗ്രോത്ത് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ ഒരു ക്വാർട്ടറിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഐറ്റംസ് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതായത് പുതിയൊരു പ്ലാൻ ഞാൻ പറഞ്ഞില്ല, ചെന്നൈയിൽ പുതിയൊരു പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഏകദേശം 5.5 കോടി രൂപ അവർക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട്. സോ അതൊക്കെ ഈ ഒരു ക്വാർട്ടറിൽ വന്നുകൊണ്ട് തന്നെ എബിറ്റയിൽ ഈ പറഞ്ഞ പോലെ ഡി ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. പിന്നെ പാറ്റിൽ ഈ പറഞ്ഞ പോലെ ഡി ഗ്രോത്ത് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ 8 കോടി രൂപയോളം അവർക്ക് ലേബർ കോഡിന്റെ ഇമ്പാക്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ പുതിയൊരു ഇപ്പം അമ്യൂസ്മെന്റ് പാർക്ക് ചെന്നൈയിൽ വന്നതിന്റെ ഡിപ്രീസിയേഷനും അതേപോലെ തന്നെ ഐലിന്റെ ബിസിനസ് അത് ഏകദേശം Q1 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ ഒക്കെ വന്നുകൊണ്ട് ഡിപ്രീസിയേഷൻ കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പാറ്റിൽ ഈ പറഞ്ഞ ഗ്രോത്ത് വരാത്തത്. ഇനിയിപ്പോൾ വരുന്ന ക്വാർട്ടറുകളിൽ ചെന്നൈയിലെ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു പാർക്ക് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് അവർക്ക് ഇതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് പ്രോപ്പറായിട്ട് റവന്യൂ വരാൻ തുടങ്ങുമ്പോൾ ഈ പാറ്റിലും അല്ലെങ്കിൽ എബിറ്റയിലും ഒക്കെ നല്ല ഗ്രോത്ത് കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെന്നൈയിലെ പാർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ റവന്യൂ എങ്ങനെ വരുന്നുണ്ടെന്ന കാര്യം വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ റിസോർട്ട് ആൻഡ് ഐലൻഡ് എന്ന് പറഞ്ഞ ബിസിനസ്സിൽ ഏകദേശം 70% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ആവറേജ് റൂം റെന്റും ഏകദേശം 25% ഗ്രോ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ 71%, ആവറേജ് റൂം റെന്റ് 25% കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഓക്യുപ്പൻസി നോക്കിയാൽ ഏകദേശം 55% ഓക്യുപ്പൻസി ഉള്ളത് ഇപ്പോൾ 68% കൂടിയിട്ടുണ്ട്. നമ്മൾ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് അവിടുത്തെ റൂമുകളിൽ എത്ര ഓക്യുപ്പൻസി വരുന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഓക്യുപ്പൻസിയിലും ഏകദേശം 55-68% ഗ്രോത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആവറേജ് റൂം റെന്റിലും നല്ല രീതിയിൽ 25% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അവരുടെ വാല്യൂയിലും അതേപോലെ തന്നെ വോളിയത്തിലും ഗ്രോത്ത് വരുന്നുണ്ട്. വോളിയം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള റൂമുകൾ ഓക്യുപ്പൈ ആവുന്നുണ്ട്. വാല്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു റൂമിന്റെ റെന്റിലും ഇൻക്രീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്ത് അവിടെ വരുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ റിസോർട്ട് ആണെങ്കിലും ഐലൻഡ് എന്ന് പറയുന്ന ബിസിനസ് ആണെങ്കിലും. പിന്നെ അതേപോലെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേനും അവിടുത്തെ ARPU എന്ന് പറയുന്നത് ഏകദേശം 8% ഈ ഒരു ക്വാർട്ടറിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ SPH എന്ന് പറയുന്നത് ഏകദേശം 14% കൂടിയിട്ടുണ്ട്. അതായത് അവരുടെ ഈ പറഞ്ഞ പോലെ പാർക്കിനുള്ളിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 14% കൂടിയിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. ടോട്ടൽ ARPU എന്ന് പറയുന്നതും ഏകദേശം 8% കൂടിയിരിക്കുന്നത്. അപ്പൊ അവിടെ പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ വോളിയം ഗ്രോത്ത് അങ്ങനെ വന്നിട്ടില്ല. വോളിയത്തിൽ വളരെ ചെറിയൊരു ഡി ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 1% താഴെയുള്ളൊരു ഡി ഗ്രോത്ത് ആണ് വോളിയത്തിൽ വന്നിരിക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ കൊച്ചിയിൽ ഈ അമീബ ജ്വരം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്നുകൊണ്ട് തന്നെ ഇവരുടെ പാർക്കുകളിൽ കൃത്യമായിട്ട്, അതായത് ഗവൺമെന്റ് തന്നെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു സ്കൂളുകളിൽ നിന്ന് ഈ രീതിയിൽ പാർക്കുകളിലേക്ക് വാട്ടർ തീം പാർക്കുകളിലേക്ക് പോരുതെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വോളിയം കൊച്ചിയിൽ വന്നിട്ടില്ല.
പിന്നെ അതുപോലെ മൺസൂണിന്റെ ബാക്കി എഫക്ട് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ഇവരുടെ ഭുവനേശ്വറിലുള്ള പാർക്കിലോ ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള വോളിയം ഗ്രോത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ വോളിയത്തിൽ ഗ്രോത്ത് വരാത്തതെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ചെന്നൈയിലെ പാർക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നല്ല രീതിയിൽ ഇനിയിപ്പോൾ വരുന്ന ക്വാർട്ടറുകളിൽ വോളിയം ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. മാനേജ്മെന്റ് പറയുന്ന ഈ വരുന്ന Q1 ഏകദേശം ഒരു 2 to 3% വോളിയം ഗ്രോത്തും അതേപോലെ Q2 Q3 അതിനെ കഴിഞ്ഞ് മുകളിൽ ഒരു 3-4% നമുക്ക് വോളിയം ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കമ്പനി ഏകദേശം 12% ഗ്രോ ചെയ്യുന്നത്. അവിടെ ഇവരുടെ ഈ പറഞ്ഞ പോലെ വാല്യൂ ഗ്രോത്ത് ഇപ്പൊ ചെന്നൈയിലെ നമ്മൾ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിലെ ARPU എന്ന് പറയുന്നത് നോർമൽ കമ്പനിയുടെ ഓവറോൾ ARPU കഴിഞ്ഞ് ഒരുപാട് മുകളിലാണ് ഇപ്പോൾ വരുന്നത്. അത് നോക്കിയാൽ ചെന്നൈയിൽ ഇപ്പോൾ ഏകദേശം 1596 ARPU എന്ന് പറയുന്നത്. ആവറേജ് കമ്പനിയുടെ 1377 1377 1596. അപ്പൊ ഇപ്പം ബിസിനസ്സിലുള്ള ARPU കഴിഞ്ഞ് മുകളിലാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ പെർസെന്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് റവന്യൂവിൽ കൂടുതലായിട്ട് ഗ്രോത്ത് വരികയും ചെയ്യും. പിന്നെ ഇവർക്ക് 5 അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതൊന്ന് പറഞ്ഞാൽ കൊച്ചി, പിന്നുള്ളത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, പിന്നീടുള്ളത് ഭുവനേശ്വറിൽ, പിന്നെ ഏറ്റവും പുതിയത് ഈ പറഞ്ഞ ചെന്നൈയിൽ. അതിനകത്ത് ഭുവനേശ്വർ 2024 ഓപ്പൺ ചെയ്താണ്. ഒരു വർഷം കഴിഞ്ഞു, ഇതുവരെ ബ്രേക്ക് ഈവൻ ആയിട്ടില്ല എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ചെന്നൈ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബ്രേക്ക് ഈവൻ ആവും എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ചെന്നൈയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം 5.5 കോടി രൂപയോളം അവർക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പണിംഗിന്റെ സമയത്ത് ഏകദേശം ഒരു 8 കോടി രൂപയോളം മൊത്തത്തിൽ അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം 12 കോടിയോളം റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഡിസംബർ 2 തീയതി മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു മാസം മാത്രമേ അവിടെ റൺ ചെയ്തിട്ടുള്ളൂ ഈ ഒരു Q3. അതുകൊണ്ട് തന്നെ ആ ഒരു മാസത്തിൽ നിന്ന് തന്നെ ഏകദേശം 12 കോടിയോളം അവിടുന്ന് റവന്യൂ വന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നല്ല രീതിയിൽ റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ. വരുന്ന ക്വാർട്ടറുകളിൽ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ, അതായത് അവരുടെ ഈ കമ്പനിയുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത് Q1. അതായത് സ്കൂളുകൾ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു സമയത്ത് കൂടുതലായിട്ടുള്ള ആളുകൾ ആ ഒരു സമയത്തായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം Q2 അവർക്ക് ഏറ്റവും കുറവ് ബിസിനസ്, അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ റെയിൻ ആയതുകൊണ്ട് തന്നെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ മൊത്തത്തിൽ അവർക്ക് ഏറ്റവും റവന്യൂ കുറവുള്ള ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ Q2 ആയിരിക്കും. അതിനുശേഷം ഇപ്പം നമ്മൾ നോക്കുന്നത് Q3 ആണ്. ഇവർക്ക് സെക്കൻഡ് ഹൈസ്റ്റ് റവന്യൂ. Q1 കഴിഞ്ഞാൽ പിന്നെ Q3, അതിനുശേഷം പിന്നെ വരുന്നത് Q4 ആണ്. അതിനുശേഷം ഏറ്റവും കുറവ് റവന്യൂ വരുന്നതാണ് Q2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്വാർട്ടറിൽ ഇപ്പൊ ഈ ഒരു ഡിസംബറിൽ ചെന്നൈയിൽ വന്നത്രയും ബിസിനസ് നമുക്ക് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എല്ലാ മാസവും. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 20 to 25 crore നമുക്ക് ഏകദേശം ചെന്നൈയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ തോന്നുന്നു അടുത്തൊരു ക്വാർട്ടറിൽ. അങ്ങനെ നോക്കിയാൽ അത് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു വരുന്ന Q4 നമുക്ക് ഏകദേശം ഒരു 25 to 30% ഗ്രോത്ത് ടോപ്പ് ലൈനിൽ ഈ ഒരു കമ്പനിയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പാർട്ടിൽ എത്ര ഗ്രോത്ത് വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഏകദേശം 700ഓളം സ്റ്റാഫുകളാണ് ഇപ്പോൾ ചെന്നൈയിലുള്ളത്. അതിൽ തന്നെ അവർക്ക് അവരുടെ തന്നെ കോസ്റ്റ് ആയിട്ട് ഏകദേശം 2.5 കോടി രൂപയാണോ അവർക്ക് ഒരു മാസം വരുന്നുണ്ടെന്നാണ് പറഞ്ഞ്. അത് കൂടാതെ ഈ ഒരു സ്റ്റാർട്ടിംഗ് സമയം ആയതുകൊണ്ട് തന്നെ 4 to 5 കോടി രൂപ എക്സ്പെൻസ് അവിടെ പ്രതീക്ഷിക്കാനാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. വരുന്ന ഒരു 4-5 മാസം എടുക്കും അവിടെ കൃത്യമായിട്ട് അവർക്ക് എത്രയായിരിക്കും അവിടുത്തെ ഒരു എക്സ്പെൻസ് നോർമലായിട്ട് റൺ ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് പറയാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആ ഒരു സമയം എടുക്കും എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഇപ്പോൾ അവിടുന്ന് 20-25 crores റവന്യൂ വന്നാലും ഏകദേശം ഒരു 12 to 15 കോടിക്കുള്ളിലെങ്കിലും അവിടുന്ന് എക്സ്പെൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഡിപ്രീസിയേഷൻ കമ്പനിയുടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ പറഞ്ഞ 5.5 കോടി രൂപയോളം എക്സ്പെൻസ് അവർക്ക് ആയിരിക്കുന്നതിനകത്ത് മൊത്തത്തിൽ അവർ ഈ ഒരു ക്വാർട്ടറിൽ മാത്രമല്ല അടുത്ത ക്വാർട്ടറിൽ അതിന്റെ ഒരു ചെറിയൊരു പാർട്ട് വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ എത്ര പാർട്ടിൽ എത്ര ഡിഫറൻസ് ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്വാർട്ടർ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ഈ ചെന്നൈ പ്ലാൻ ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ ഈ പറഞ്ഞ പുതിയ പാർക്ക് കൃത്യമായിട്ട് റൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ഫുട്ഫോൾ വന്നാലാണ് ഈ പറഞ്ഞ ഗ്രോത്തും കാര്യങ്ങളെല്ലാം കമ്പനിയിൽ വരിക. അപ്പോൾ അതാണ് ഇവരുടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ മാനേജ്മെന്റിനോട് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഇനി അവർ ഏതാണ് ഇപ്പോൾ 2020 ശേഷം ഈ പറഞ്ഞ പോലെ ഈ ഭുവനേശ്വറിലും അതേപോലെ ചെന്നൈയിൽ ഇപ്പോൾ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. അതല്ലാതെ ഇവർ പുതിയ അനൗൺസ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് എവിടെ ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും മാനേജ്മെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 1 to 2 വർഷത്തിനുള്ളിൽ പുതിയൊരു അനൗൺസ്മെന്റും അതേപോലെ തന്നെ പുതിയൊരു പാർക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. മാനേജ്മെന്റ് സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു 3-4 വർഷത്തിനുള്ളിൽ പുതിയ 2-3 പാർക്കുകളെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ തോന്നുന്നു ഒരു 3-4 വർഷത്തിനുള്ളിൽ. അതുപോലെ നമ്മളിപ്പോൾ നോക്കിയാൽ മഹാരാഷ്ട്ര ഗവൺമെന്റുമായിട്ട് ഇപ്പം മാനേജ്മെന്റ് ഡിസ്കഷനിലാണ് മുംബൈയിൽ പുതിയൊരു പാർക്ക് വരുന്നതിനെ പറ്റിയിട്ട്. അതേപോലെ തന്നെ ഗോവ അവരുടെ ഒരു പ്ലാനിലുള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിശാഖപട്ടണം അവരുടെ ഒരു പ്ലാനിലുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് എക്സ്പാൻഷൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് മാനേജ്മെന്റ് ഗൈഡൻസ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകാന്നുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. അവരിപ്പം സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയെ പറ്റി സംസാരിച്ച സമയത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇവർക്ക് പുതിയ പാർക്കുകൾ വന്നാലേ ഉള്ളൂ കമ്പനിയിൽ ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ചെന്നൈയിൽ പുതിയൊരു പാർക്ക് വന്നുകൊണ്ട് തന്നെ അടുത്തൊരു 1 വർഷം 1.5 വർഷം അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ അവിടെ റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ 1-1.5 വർഷത്തേക്ക് ഒരു ഗ്രോത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് ആളുകൾ വരുന്നുണ്ടെന്നുള്ള കാര്യം, അതേപോലെ പ്രൈസ് ഒന്നും കട്ട് ചെയ്യാതെ തന്നെ അവിടെ വോളിയത്തിൽ ഗ്രോത്ത് വരുത്താൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു 1 വർഷം 2 വർഷത്തേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് തന്നെയാണ് വണ്ടർല ഇപ്പോൾ തോന്നുന്നത്. അതേപോലെ ഇപ്പോഴത്തെ PE റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40 അടുത്താണുള്ളത്. ഇപ്പോൾ അടുത്തൊരു ക്വാർട്ടറിൽ അറൗണ്ട് 30% ഗ്രോത്ത് വരുവാണെന്നുണ്ടെങ്കിൽ 40 താഴേക്ക് അവരുടെ ഫോർവേഡ് PE വരും.
എന്ന് വെച്ചാൽ ഈ ഒരു ക്വാർട്ടർ തീരുമ്പോൾ Q4 ഇപ്പോൾ തീരാണ്ട് ഇനിയിപ്പോൾ ഒരു മാസമുള്ളൂ. ഇപ്പം ഫെബ്രുവരി തീരുവാണല്ലോ, ഇനിയിപ്പോൾ മാർച്ചും കൂടി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു FY26 നോക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. FY27 നമ്മൾ നോക്കിയാൽ ഒരു 25-30% ഗ്രോത്ത് വരുന്ന ഒരു കമ്പനി അറൗണ്ട് ഒരു 30p തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പെഗ് റേഷ്യോ ഏകദേശം 1ന്റെ അടുത്താണ് വരുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും നല്ലൊരു ഡീലായിട്ട് തന്നെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് പഠിച്ചതിന് ശേഷം, അതേപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി കേട്ടതിന് ശേഷം, പിന്നീട് ഈ ചെന്നൈയിലെ പ്ലാന്റിൽ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അവിടെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ എക്സിക്യൂഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.